ഗൈസ്, മുഖത്തുള്ള എല്ലാ പാടുകളും മാറ്റണം. ഡാർക്കായിട്ടുള്ള ഡീപ്പായിട്ട് ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം എന്നാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എത്ര ഡാർക്കായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ചുണ്ടിന് ചുറ്റുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക്നെസ്, അൺഈവൻ സ്കിൻ ടോൺ ഇതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ചുണ്ടിന് ചുറ്റും കറുത്ത പാടുകൾ ഉണ്ടാവുക, മുഖത്ത് ഏത് ഭാഗത്തായാലും കറുത്ത നിറം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പിഗ്മെൻറ്റേഷനായിട്ട് ഡീപ്പായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മഞ്ചിഷ്ടയുടെ പൊടിയാണ്. ഡാർക്ക്നെസ് ഒക്കെ നീക്കാൻ ചെയ്യാനായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ്. ഇത് ആക്ച്വലി ഒരു മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർബാണ്. അത് നമുക്ക് സ്കിൻ കെയറിൽ വളരെയധികം നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും സ്കിൻ പ്രോബ്ലംസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിവിടെ മഞ്ചിഷ്ടയുടെ പൊടിയാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് തങ്ങാടി മരുന്ന് കടകളിൽ വാങ്ങാൻ കിട്ടും, ഓൺലൈനായിട്ടും വാങ്ങാൻ കിട്ടും. ഞാനിതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. തടി അല്ലാതെ മീൻസ് അതിൻ്റെ സ്റ്റെമ്മായിട്ടും കിട്ടും, അല്ലാതെ തന്നെ നമുക്ക് പൊടിയായിട്ടും വാങ്ങാൻ കിട്ടും. ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. എനിക്കിതാണ് കംഫർട്ടബിൾ, സോ ഞാനിതാണ് പ്രിഫർ ചെയ്യാറ്. അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ്. ഇത് സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും നന്നായിട്ട് സൂത്തം ചെയ്യാനും ഒക്കെ സഹായിക്കും. അതോടൊപ്പം ആ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു പിഗ്മെൻറ്റേഷൻ ലൈറ്റൻ ആക്കി കൊണ്ടുവരാനും സഹായിക്കും. പിന്നെ ഇത് നമ്മൾ ഒറ്റ ദിവസം യൂസ് ചെയ്താൽ മാജിക് പോലെ പിഗ്മെൻറ്റേഷൻ എല്ലാം പോകും എന്നല്ല, ബട്ട് സ്റ്റിൽ നമ്മളിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. തുടങ്ങണമല്ലോ യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ആദ്യം ഒരു ദിവസം യൂസ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. നല്ല രീതിയിൽ ആ ഒരു റെഡ്നെസ്സും അതുപോലെ ബ്ലാക്കി ആയിട്ടുള്ള ഡാർക്ക്നെസ്സും ഒക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് യൂസ് ചെയ്യരുത്. അടുത്തതായിട്ട് നമുക്കിത് മിക്സ് ആക്കാനായിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ നന്നായിട്ട് മിക്സ് ആക്കാനായിട്ട് എളുപ്പമാണ്. സ്കിന്നിനെ നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യും. അതോടൊപ്പം നമുക്ക് നല്ല ഒരു ഗ്ലോയിങ് സ്കിൻ തരാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ സൺ ടാൻ ഏറ്റിട്ടുള്ള കരിവാളിപ്പാണെങ്കിൽ അത് മാറ്റാൻ തൈര് അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ 3 കോമ്പിനേഷനും കൂടെ യൂസ് ചെയ്യാം. തൈര് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇത് മിക്സ് ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. വെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ നല്ലത് പാല് അല്ലെങ്കിൽ തൈരാണ്. മഞ്ചിഷ്ടയുടെ പൊടിക്ക് ഒന്ന് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യരുത്. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ കുറച്ച് തൈര്, എന്നിട്ട് ബാക്കി വെള്ളം ചേർത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. തൈര് സെറ്റാവാത്ത, പാൽ സെറ്റാവാത്ത സ്കിന്നൊക്കെ ആണെങ്കിൽ. പിന്നെ റെഡ്നെസ്, റാഷസ്, പിമ്പിൾസ് ഒക്കെ ലൈവായിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുഖക്കുരു, ചുവന്ന പാടുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിപ്പോൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യരുത്. എന്താണോ ആ ഒരു ആക്റ്റീവായിട്ടുള്ള പ്രോബ്ലം അത് മാറിയതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഡാർക്ക്നെസ് അതുപോലെ പിഗ്മെൻറ്റേഷൻ, ഒരു നമുക്ക് പിഗ്മെൻറ്റേഷൻ മനസ്സിലാവില്ലല്ലേ, അതിൻ്റെ മലയാളം ഓർത്തിട്ട് കിട്ടണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, പിഗ്മെൻറ്റേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കറുത്ത പാടുകൾ, ചുണ്ടിന് ചുറ്റുമുള്ള കറുത്ത നിറം ഇതൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഈ 3 ഇൻഗ്രീഡിയൻസും നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വർക്കാവും. നന്നായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഇത് ഉൾപ്പെടുത്താനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സംഭവം പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ട്രിക്കിൽ യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സ്കിൻ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മുടിയൊക്കെ ഒന്ന് സൈഡിലോട്ട് കെട്ടി വെക്കുകയാണ്, ബാക്കിലോട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സംഭവം നമ്മുടെ മുഖത്തോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പാക്ക്
നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ചേർത്ത ഒരു ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് അലർജറ്റിക് അല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതൊന്നും നിങ്ങൾക്ക് അലർജി ഒന്നും ഉണ്ടാക്കത്തില്ല, ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മഞ്ചിഷ്ടയുടെ പൊടി നിങ്ങൾ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. 30 രൂപയ്ക്കൊക്കെ നമ്മുടെ കടകളിൽ മഞ്ചിഷ്ടയുടെ പൊടി വാങ്ങാൻ കിട്ടും. അതൊന്ന് വാങ്ങി നോക്കുക. എന്നിട്ട് കൈ, കാല്, കഴുത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേറെ ഇറിറ്റേഷനോ പ്രോബ്ലമോ ഒന്നുമില്ല എന്നാണെങ്കിൽ മുഖത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻ കേസ് ആദ്യമായിട്ട് മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ സെറ്റ് ആവുന്നില്ലെങ്കിൽ അതപ്പം തന്നെ നിർത്തുക, അല്ലാണ്ട് യൂസ് ആക്കണ്ട. ബട്ട് ഇത് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ബോഡി സ്ക്രബായിട്ടും ബോഡി വാഷായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. സോ ഒരു തവണ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ ഓക്കെ ആയവർക്ക് ഒരു തവണ വാങ്ങിച്ച് ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്താൽ മതി. എളുപ്പമാണ് കേട്ടോ, നല്ലതാണ്. പിന്നെ നമുക്കിത് ഫേസിൽ സെറ്റായാലെന്ന് പറഞ്ഞിട്ട് കളയേണ്ടി ഒന്നും വരില്ല. കാലൊക്കെ ഇല്ലേ, കാലിലൊക്കെ നമുക്ക് കുറച്ച് കട്ടിയുള്ള സ്കിന്നല്ലേ, അതൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മഞ്ചിഷ്ടയുടെ പൊടിയിൽ ചെറിയ തരികളൊക്കെ ഉണ്ട്, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതും തൈരും കൂടെ ചേർത്ത് കാലിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്താൽ മതി. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറായിട്ട് വർക്കാവും. സോ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. ഇതുപോലെ നമുക്ക് എവിടെയാണോ പിഗ്മെൻറ്റേഷൻ ഉള്ളത് ആ ഭാഗത്തായിട്ട്, ഡാർക്ക്നെസ് ഉള്ളത് ആ ഭാഗത്തായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, മുഖക്കുരുവോ അല്ലെങ്കിൽ ചുവന്ന തടിപ്പോ ഇൻഫെക്ഷനോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. സ്കിൻ ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെ പിമ്പിൾസ് മുഖക്കുരുവൊക്കെ വന്നു പോയതിൻ്റെ വെയിലത്ത് പോയിട്ട് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരത്തില്ലേ, കൈ കൊണ്ട് മുറിയുക, അങ്ങനത്തെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ജെൻറ്റിലായിട്ട് കെയർ ചെയ്തെടുക്കാനായിട്ട് നോക്കിയാൽ മതി. ആക്റ്റീവായിട്ട് സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, അതൊക്കെ ലൈവായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഹീലാവുന്നവരെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടോ മോതിരവിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുന്നത്. ഇത് നിങ്ങളെല്ലാവരും നമുക്ക് എവിടെയാണോ പിഗ്മെൻറ്റേഷൻ ഉള്ളത് അവിടെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുഖത്ത് നമുക്ക് മുക്കിൻ്റെ അവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, നെറ്റിയിലുണ്ടാവും. അതോടൊപ്പം നമുക്ക് ഡാർക്ക് സ്പോട്ട്സ്, അതായത് നമുക്ക് മുഖക്കുരു വന്നതിൻ്റെ കറുത്ത പാടുകൾ ഉണ്ടാവും, കവിളിലൊക്കെ ആയിട്ട് ഇത് മൂക്കിൽ കവിളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റാനായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്താൽ മതി. ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് ചെറിയൊരു സ്ക്രബ് മസാജ് കൊടുക്കുക. ഇതുപോലെ മോതിര വിരൽ വെച്ച് മാത്രമേ ചെയ്യാവൂ. കൈ ഫുൾ വെച്ചിട്ട് എല്ലാ വിരലും വെച്ച് അങ്ങനെ ഉരയ്ക്കരുത്. ഇതുപോലെ ജെൻറ്റിലായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇല്ല. നമുക്കിത് ആഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ദിവസം സ്കിന്നിനെ അങ്ങനെ വിടുക. അല്ലെങ്കിൽ കുറച്ചും കൂടെ മൈൽഡായിട്ടോ ഒക്കെയുള്ള കോഫിയുടെയും ഒക്കെ ഫേസ് പാക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സ്കിൻ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആകും. എന്നിട്ടൊരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. ജസ്റ്റ് ആ നനവോടെ തന്നെ സ്ക്രബ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെച്ചേക്കുക. എപ്പോഴാണോ സെമി ഡ്രൈ ആകുന്നത് അപ്പോൾ വാഷ് ചെയ്താൽ മതി. 10 മിനിറ്റെങ്കിലും വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക, അത് വളരെ നല്ലതാണ്. എന്നിട്ട് നമ്മളിതുപോലെ സ്കിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു സോഫ്റ്റ്നെസ് അറിയാനായിട്ട് പറ്റും. അതിനുശേഷം സ്കിന്നിനെ നറിഷ് ചെയ്യാനായിട്ട് അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ധാത്രിയുടെ അലോവേര ജെല്ലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് എല്ലാം തന്നെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് ആ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അലോവേര ജെല്ല് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത സ്ഥലത്ത് മാത്രമല്ല ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് എന്തായാലും സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് നൈറ്റ് ടൈമിൽ ചെയ്യുന്നതാണ് നല്ലത്. ഏതൊരു പ്രായക്കാർക്കും ചെയ്യാം. ബട്ട് സ്റ്റിൽ ഒരു 18 എബോ ആയിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അഥവാ നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, 18 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിൽ പല കുട്ടികളുടെയും സ്കിന്ന് വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ പറ്റി നമുക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ സ്കിന്നിനെ പറ്റി മനസ്സിലാക്കുക, എന്നിട്ട് അതിന് ദ ബെസ്റ്റ് കെയർ മാത്രം കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം വാരി വലിച്ച് ചെയ്യണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവർക്കും നല്ല അടിപൊളി റിസൾട്ട് കിട്ടട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.